ഹലോ ഡിയേഴ്സ്, ഫാബ്സോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും മാത്സിലെ വരകളുടെ ഗെയിം തുടങ്ങുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ പുതിയ ചാപ്റ്റർ സാധാരണ കണക്കുകൂട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായി അല്പം വരയ്ക്കാനും ചിന്തിക്കാനുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? യെസ്, തൊടുവരകൾ അഥവാ ടാൻജൻസ്. ടാൻജൻ്റ് എന്ന വേർഡ് നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടാകുമല്ലോ. യെസ്, ട്രിഗണോമെട്രി അതായത് ത്രികോണമിതി എന്ന ഭാഗത്ത് പഠിച്ച ടാനിൻ്റെ പൂർണ്ണരൂപം ടാൻജൻ്റ് എന്നായിരുന്നു. ഇനി ആ ടാൻജൻ്റ് തന്നെയാണോ ഇതും? നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഈ ചാപ്റ്റർ വൃത്തവും വരകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൃത്തത്തിലെ ഏതെല്ലാം ലൈൻസിനെ പറ്റി നിങ്ങൾക്കറിയാം? യെസ്, വൃത്തം അഥവാ സർക്കിളിന് സെൻറ്ററിൽ നിന്നും തുടങ്ങുന്ന റേഡിയസ് അഥവാ ആരമുണ്ട് അല്ലേ? റേഡിയസ് നീട്ടി വരച്ചാലോ? യെസ്, വ്യാസം അഥവാ ഡയമീറ്റർ. വൃത്തത്തിലെ ഏതു രണ്ട് പോയിൻറ്സും തമ്മിൽ യോജിപ്പിച്ച് ഞാണുകൾ അഥവാ കോഡ്സ് വരയ്ക്കാമെന്നും നമുക്കറിയാം. ശരി, ഈ ചിത്രം നോക്കൂ. ഈ സർക്കിളിലെ എ എന്ന പോയിന്റിൽ കൂടിയുള്ള ഡയമീറ്റർ അഥവാ വ്യാസമാണ് എ ബി. എ ബിയുടെ രണ്ടറ്റങ്ങളും അല്പം നീട്ടിയാണ് വരച്ചിരിക്കുന്നത്. ഒരു സർക്കിളിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും നീളം കൂടിയ ഞാൺ അഥവാ കോഡ് വ്യാസമാണെന്ന് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി നോക്കൂ, എയിലൂടെ തന്നെ മറ്റൊരു ഞാൺ എക്സിലേക്ക് നീട്ടി വരച്ചിരിക്കുന്നു. ദെൻ എ നമുക്ക് ഫിക്സ് ആക്കി വെക്കാം. എക്സ് എന്ന പോയിന്റിനെ സർക്കിളിലൂടെ എയോട് അല്പം അടുപ്പിച്ച് നോക്കാം. ചിത്രം മാറിയത് കണ്ടോ? ഈ പ്രവർത്തനം തുടർന്നു നോക്കാം. നോക്കൂ, ഇപ്പോൾ എയും എക്സും ഒരേ പോയിന്റ് തന്നെയായില്ലേ? ഞാണോ? യെസ്, ഈ ലൈൻ എ എന്ന പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ടല്ലേ പോകുന്നത്. ഈ വരയെയാണ് ടാൻജൻറ്റ് അഥവാ തൊടുവര എന്ന് പറയുന്നത്. അതായത് വൃത്തത്തിലെ എ എന്ന പോയിന്റിലെ തൊടുവര അഥവാ ടാൻജൻറ്റ്. ഇനി നമുക്ക് എ എന്ന പോയിന്റിലൂടെയുള്ള തൊടുവരയും വ്യാസം അഥവാ ഡയമീറ്ററും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അതിനായി ആദ്യം ഈ ചിത്രം നോക്കൂ. സർക്കിളിൽ സെൻറ്റർ ഒ, ഡയമീറ്റർ എ ബി, ഞാൺ അഥവാ കോഡ് എ എക്സ് എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ എക്സ് എന്ന ഞാണിൻ്റെ കേന്ദ്രകോൺ അതായത് സെൻട്രൽ ആംഗിൾ എന്നത് എക്സ് ഡിഗ്രിയുമാണ്. ദെൻ നേരത്തെ ചെയ്തതുപോലെ എക്സ് എന്ന പോയിന്റിനെ എയോട് അടുപ്പിച്ച് നോക്കാം. നോക്കൂ, എക്സ് എയോട് അടുക്കും തോറും എ എക്സ് എന്ന ഞാൺ അഥവാ കോഡിൻ്റെ ലെങ്ത് കുറയുകയും ഒപ്പം സെൻട്രൽ ആംഗിൾ ചെറുതാകുകയും ചെയ്യുന്നില്ലേ? ദാറ്റ് ഈസ് കേന്ദ്രകോൺ എക്സ് എന്നത് 0 അടുക്കുകയാണ്. ചിത്രത്തിലെ എ ബി എന്ന ഡയമീറ്ററും എ എക്സ് എന്ന കോഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ട്രയാങ്കിൾ എ ഒ എക്സ് സൂക്ഷിച്ചു നോക്കൂ. ഇതൊരു ഐസോസിലസ് അതായത് സമപാർശ്വ ത്രികോണമല്ലേ? ഒ എ, ഒ എക്സ് എന്നിവ സർക്കിളിൻ്റെ ആരങ്ങൾ അഥവാ റേഡിയസ് ആയതിനാൽ തുല്യമാണ്. എങ്കിൽ ആംഗിൾ ബി എ എക്സ്, ഒ എക്സ് എ എന്നിവ ഈക്വൽ ആവണമല്ലോ. അവ എത്ര വീതം വരും? യെസ്, ട്രയാങ്കിളിലെ ആകെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയതിനാൽ 180 ഡിഗ്രിയിൽ നിന്നും എക്സ് ഡിഗ്രി കുറച്ചു കിട്ടുന്നതിൻ്റെ പകുതിയായിരിക്കും ഓരോ കോണും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 180 മൈനസ് എക്സ് ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു 90 മൈനസ് 1/2 ഇൻറ്റു എക്സ് ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ ആംഗിൾ ഒ എ എക്സ് കിട്ടിയല്ലോ. ഇനി പോയിൻ്റ് എക്സ് പോയിൻ്റ് എയോട് അടുക്കും തോറും
ഈ ആംഗിളിന് എന്തു സംഭവിക്കും? 90 മൈനസ് ഹാഫ് എക്സ് എന്നതിൽ എക്സിൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ഈ ആംഗിൾ 90 ഡിഗ്രിയോട് അടുത്ത് വരില്ലേ? എക്സ് എയോടടുത്ത് ഇങ്ങനെ ഒരു ടാൻജൻറ്റ് അഥവാ തൊടുവരയായി മാറുമ്പോൾ ആംഗിൾ എത്രയാകും? യെസ്, 90 ഡിഗ്രി ആകും. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. ദാറ്റ് ഈസ് ദ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. ഈ പോയിന്റ് ഓർമ്മയിലിരിക്കട്ടെ. ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ. ഒരു സർക്കിൾ അഥവാ വൃത്തം, റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വ്യക്തമാണ്. ഒരു തൊടുവര അഥവാ ടാൻജൻറ്റും കാണാം. ഇവ ചേർന്നുണ്ടാകുന്ന ത്രികോണത്തിലെ ഒരു ആംഗിൾ 25 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഈ ചിത്രം എങ്ങനെയാണ് നാം ഒന്ന് വരയ്ക്കുക? ആദ്യം 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കാം. സെൻറ്ററിൽ നിന്നും ഇങ്ങനെ ഒരു ലൈനും വരച്ചേക്കാം. ഇനി ഈ ലൈനുമായി 25 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ലൈനാണ് വേണ്ടത്. പക്ഷേ ആ ലൈൻ ടാൻജൻറ്റ് അഥവാ തൊടുവരയിലാകണ്ടേ? അപ്പോൾ സർക്കിളിലെ ഏത് പോയിന്റിൽ കൂടി ടാൻജൻറ്റ് വരച്ചാലാണ് ആ ലൈൻ 25 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുക? വൃത്തത്തിലെ ആ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ചിത്രത്തിലെ താഴത്തെ ലൈനുമായി ഉണ്ടാക്കുന്ന ഈ കോൺ അറിഞ്ഞാൽ പോരെ? അതിനെന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഒന്നുകൂടി നോക്കൂ. ഈ ത്രികോണത്തിലെ മുകളിലെ ആംഗിൾ എത്രയാണ്? യെസ്, 90 ഡിഗ്രി. എന്തുകൊണ്ട്? ഇത് ഒരു ടാൻജൻറ്റും ആ പോയിന്റിലൂടെയുള്ള റേഡിയസും ചേർന്നുണ്ടാകുന്ന ആംഗിളാണ്. ഇപ്പോൾ ത്രികോണത്തിലെ 2 ആംഗിൾസും കിട്ടിയല്ലോ. എങ്കിൽ മൂന്നാമത്തെ കോണോ? 180 മൈനസ് 90 പ്ലസ് 25 ഡിഗ്രി ദാറ്റ്സ് ഈക്വൽ ടു 65 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ചിത്രം പൂർത്തിയാക്കാം. വൃത്തകേന്ദ്രത്തിൽ പ്രൊട്രാക്ടർ വെച്ച് 65 ഡിഗ്രി അടയാളപ്പെടുത്തി റേഡിയസ് വരയ്ക്കാം. ഇപ്പോൾ ടാൻജൻറ്റ് അഥവാ തൊടുവര വരയ്ക്കേണ്ട പോയിന്റും കിട്ടിയല്ലോ. ഈ പോയിന്റിൽ നിന്നും താഴെയുള്ള ലൈനിലേക്ക് 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കാം. കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ടാൻജൻറ്റ് അഥവാ തൊടുവര എന്നത് വ്യക്തമായല്ലോ. തുടർന്നുള്ള ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ചോദ്യം 1. ചുവടെയുള്ള 2 ചിത്രത്തിലും വൃത്തത്തിലെ ഒരു തൊടുവരയും തൊടുന്ന ബിന്ദുവിലേക്കുള്ള ആരവും കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റൊരു വരയും ചേർത്ത് ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കുക. ഉത്തരം: 2.5 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തം വരച്ച് വൃത്തകേന്ദ്രത്തെ O എന്ന് അടയാളപ്പെടുത്തുക. കേന്ദ്രത്തിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെ P അടയാളപ്പെടുത്തുക. OPയുടെ ലംബ സമഭാജി വരച്ച് OP വ്യാസം ആകത്തക്ക വിധത്തിൽ വൃത്തം വരച്ച് രണ്ടാമത്തെ വൃത്തം ആദ്യത്തെ വൃത്തവുമായി കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദുവിന് A എന്ന് അടയാളപ്പെടുത്തി PA യോജിപ്പിക്കുക. വൃത്തത്തിന്റെ ആരം സമം √4² മൈനസ് 2² സമം √16 - 4 സമം √12 സമം 2√3 സെൻറ്റിമീറ്റർ സമം 2 × 1.73 സമം 3.46 സെൻറ്റിമീറ്റർ. ഏകദേശ വില 3.5 സെൻറ്റിമീറ്റർ. 3.5 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് OA ആരം അടയാളപ്പെടുത്തുക. OAക്ക് ലംബമായി AP സമം 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി OP യോജിപ്പിക്കുക. PA വൃത്തത്തിന്റെ തൊടുവരയാണ്. ചോദ്യം 2. ചിത്രത്തിലെ സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങളെല്ലാം വൃത്തത്തിന്റെ തൊടുവരകളാണ്. ഈ ചിത്രം നോട്ട് ബുക്കിൽ വരയ്ക്കുക.
ഉത്തരം 2 സെന്റിമീറ്റർ ആരത്തിൽ O കേന്ദ്രമാക്കി വൃത്തം വരയ്ക്കുക. സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങൾ വൃത്തത്തിന്റെ തൊടുവരകളാണ്. തൊടുവരകൾ തമ്മിലുള്ള കോൺ 40 ഡിഗ്രി ആയതിനാൽ അവയ്ക്കിടയിലുള്ള ചാപത്തിന്റെ കേന്ദ്രകോൺ സമം 180 മൈനസ് 40 സമം 140 ഡിഗ്രി. ഈ അളവിൽ സമഭുജ സാമാന്തരികം വരയ്ക്കുക. ചോദ്യം 3. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ 2 അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരമാണെന്ന് തെളിയിക്കുക. ഉത്തരം: പിയിലൂടെയുള്ള തൊടുവര OP എന്ന ആരത്തിന് ലംബമാണ്. OP ലംബം RP ആണ്. ക്യൂവിലൂടെയുള്ള തൊടുവര OQ എന്ന ആരത്തിന് ലംബമാണ് QS. OQ ലംബം QS. PQ എന്ന വരയ്ക്ക് PRഉം QS ലംബങ്ങളായതുകൊണ്ട് ഇവ സമാന്തരമാണ്. അവ കൂട്ടിമുട്ടുകയില്ല. ചോദ്യം 4. ഒരു വൃത്തത്തിലെ പരസ്പരം ലംബമായ 2 വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ ചേർന്നുണ്ടാകുന്നത് ഏതുതരം ചതുർഭുജമാണ്? ഉത്തരം: O വൃത്തകേന്ദ്രമായ വൃത്തത്തിലെ പരസ്പരം ലംബങ്ങളായ വ്യാസങ്ങൾ വരയ്ക്കുക. ഒരു ബാഹ്യബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ രണ്ടും തുല്യ നീളമുള്ളവയായിരിക്കും. AP സമം AS, PD സമം DR, CQ സമം CR, QB സമം BS. AD പ്ലസ് BC സമം AP പ്ലസ് PD പ്ലസ് BQ പ്ലസ് CQ സമം AS പ്ലസ് DR പ്ലസ് SB പ്ലസ് CR സമം AS പ്ലസ് SB പ്ലസ് DR പ്ലസ് CR സമം AB പ്ലസ് CD. എതിർവശങ്ങൾ തുല്യമായതിനാൽ ABCD ഒരു സമചതുരമാണ്. ചോദ്യം 5. ABC എന്ന സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ PQR എന്ന സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഉത്തരം: ത്രികോണം PQRന്റെ ചുറ്റളവ് സമം 2 ഇൻറ്റു ത്രികോണം ABCയുടെ ചുറ്റളവ് സമം 20. ഒരു വശം സമം 20/3. ത്രികോണം PQRന്റെ പരപ്പളവ് സമം A സമം √3/4 ഇൻറ്റു A ഘാതം 2 സമം √3/4 ഇൻറ്റു 20/3 ഘാതം 2 സമം 100/3√3. ചോദ്യം 6. ABC എന്ന സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ത്രികോണം ABCയുടെ പരപ്പളവിന്റെ എത്ര മടങ്ങാണ് ത്രികോണം PQRന്റെ പരപ്പളവ് എന്ന് കണക്കാക്കുക. ഉത്തരം: ത്രികോണം ABCയുടെ പരപ്പളവ് സമം A സമം √3/4 ഇൻറ്റു A ഘാതം 2 സമം √3/4 ഇൻറ്റു 10/3 ഘാതം 2 സമം 25/3√3 മീറ്റർ സ്ക്വയർ. ത്രികോണം ABCയുടെ പരപ്പളവിന്റെ 4 മടങ്ങാണ് ത്രികോണം PQRന്റെ പരപ്പളവ്.